ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഡിറ്റർമിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഇന്നാ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട എക്സസൈസ് 4.2 എക്സസൈസ് 4.2 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ 8th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 8th ക്വസ്റ്റ്യന് 2 സബ് പാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറയുന്നത്? പ്രൂവ് ദാറ്റ് ഡിറ്റർമിന്റ് 1a a square 1b b square 1c c square equal to നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. തൽക്കാലം പ്രൂവ് ചെയ്യുന്ന സൈഡിലോട്ടൊന്ന് എഴുതിയിരുന്നു. a മൈനസ് ബി ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ടാ അപ്പോ തൽക്കാലം ഇത് താഴോട്ട് എഴുതിയത് നമുക്ക് സ്പേസിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നോക്കിക്കോളാം. 1a a സ്ക്വയർ 1b b സ്ക്വയർ 1c c സ്ക്വയർ ഇതല്ലേ പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇതിനകത്ത് മാക്സിമം സീറോസ് ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഞാൻ ഈ 1 ഉപയോഗിച്ച് ഇതും സീറോ ആക്കുന്നു. അപ്പോ അപ്ലൈ ചെയ്യേണ്ട റൂൾ എങ്ങനെയാ വരുന്നത്? R2 implies R2 minus R1, R3 implies R3 minus R1. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ 1a സ്ക്വയർ മാറ്റമൊന്നുമില്ല. ഇവിടെ 0 ആകും. 1 മൈനസ് 1 0 ആകും. ഇവിടെ b മൈനസ് എ, ഇവിടെയാണെങ്കിലോ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെ 0 സി മൈനസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എങ്ങനെ വരും. 1a സ്ക്വയർ 0 b മൈനസ് എ, ഇവിടെ ബി സ്ക്വയർ മൈനസ് എ നമുക്ക് എങ്ങനെ എഴുതാം? ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് എഴുതിക്കൂടെ. അതേപോലെ 0 സി മൈനസ് എ, ഇവിടെയാണെങ്കിലോ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ, അല്ലെങ്കിൽ സി പ്ലസ് എ ഇൻറ്റു സി മൈനസ് എ. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് റോയ്ക്ക് നോക്കി. ബി മൈനസ് എ, ഇവിടെ ഒരു ബി മൈനസ് എ. അപ്പൊ ഈ റോയിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാനുണ്ട്? ഒരു ബി മൈനസ് എ കോമൺ എടുക്കാനുണ്ട്. ഇവിടെയാണെങ്കിലോ ഒരു സി മൈനസ് എ. 0 ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഏത് ടൈം വേണമെങ്കിലും എടുക്കാം. അപ്പോ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഡിറ്റർമിനകത്ത് എന്തൊക്കെയാ വരുന്നത്? നിങ്ങൾ നോക്കി. 1a സ്ക്വയർ ഫസ്റ്റ് റോ 0, ഇവിടെ ബി മൈനസ് എ എടുത്താൽ 1, ഇവിടെയാണെങ്കിലോ ബി പ്ലസ് എ, ദെൻ 0 1 സി പ്ലസ് എ. ഇവിടെ എ പ്ലസ് ബി എന്നോ എ പ്ലസ് സി എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കൂടെ വേണമെങ്കിൽ 0 ആക്കാം. പക്ഷെ അത്രയും കഷ്ടപ്പെടാൻ പോകണ്ട. ഫസ്റ്റ് റോയിൽ ഇപ്പൊ ഇവിടെ 1ഉം ബാക്കി ഇവിടെ എല്ലാം 1 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ജസ്റ്റ് 1 ഇൻറ്റു ചെയ്യാൻ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കൂടുതൽ വീണ്ടും അടുത്ത സ്റ്റെപ്പിന് വേണ്ടി പോകണ്ട. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഇവിടെ ഫസ്റ്റ് റോ ചെയ്യുമ്പോ ഫസ്റ്റ് റോ അല്ല ഫസ്റ്റ് കോളം കൊണ്ട് ചെയ്യുമ്പോ 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളമായ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് കിട്ടും? സി പ്ലസ് എ മൈനസ് ബി പ്ലസ് എ. മൈനസ് ബി പ്ലസ് എ ആയതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ടേംസ് ഉണ്ട്, അത് ബ്രാക്കറ്റ് ഇടണം. ബി പ്ലസ് എ. ഓക്കെ, ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഇവിടെ സി മൈനസ് എ സി പ്ലസ് എ മൈനസ് ബി മൈനസ് എ എന്നാവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എ ക്യാൻസൽ ആവും. സി മൈനസ് ബി എന്ന് കിട്ടും. ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി. ഇതാരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ല. നമുക്ക് വേണ്ടത് എ മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ. നമുക്ക് വേണ്ടുന്നത് സി മൈനസ് എ മാത്രമുണ്ട്. ബാക്കി രണ്ടും നേരെ റിവേഴ്സ് കിടക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്തൊരു നെഗറ്റീവ് ഫോം എടുക്കും. മൈനസ് ഓഫ് എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഇവിടെയാണെങ്കിലോ മൈനസ് ഓഫ് ബി മൈനസ് സി. മൈനസ് ഓഫ് ബി മൈനസ് സി അല്ലേ സി മൈനസ് ബി എന്ന് പറയുന്നത്. ഈ രണ്ട് മൈനസ് കൊണ്ട് എന്തോ പ്ലസ് ആകും. ബാക്കി ഒന്ന് ഓർഡർ ആക്കി എഴുതുക. എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. നമ്മുടെ പ്രൂഫ് ആയല്ലോ. പിടികിട്ടുന്നുണ്ടോ?
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 8th ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് 8th സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏകദേശം ഇതേ ടൈപ്പ് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളിപ്പോ CBSE സിലബസിൽ പഠിച്ചു വന്നവരൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ പഠിച്ചൊരു ഐഡന്റിറ്റി ആവാം. നിങ്ങള് ഈ ഐഡന്റിറ്റി ഒന്ന് ഓർത്തിരുന്നോളൂ. A³ മൈനസ് B³, A³ മൈനസ് B³ അതുപോലെ A³ പ്ലസ് B³ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. A² മൈനസ് B² എല്ലാവർക്കും അറിയാം, A പ്ലസ് ബി A മൈനസ് ബി ആണ്. അതുപോലെ A³ മൈനസ് B³ എന്ന് പറയുമ്പോൾ A മൈനസ് ബി ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B² ആണ്. ഏതാണ്? A³ മൈനസ് B³ ആണെങ്കിൽ. തിരിച്ച് A³ പ്ലസ് B³ ആണെങ്കിലോ A പ്ലസ് ബി ഇൻറ്റു A² മൈനസ് AB പ്ലസ് B² എന്നുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് ഈ ഐഡന്റിറ്റി മതി, തൽക്കാലം ഇതോടെ നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 1 1 1 1 1 1 ABC A³ B³ C, ABC A³ B³ C³. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡിറ്റർമിനന്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൂഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൂവ് ദാറ്റ് ദിസ് വൺ ഇസ് ഈക്വൽ ടു A മൈനസ് ബി ബി മൈനസ് സി സി മൈനസ് എ പ്ലസ് ബി. A മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് തൽക്കാലം സൈഡിലോട്ട് എഴുതിയിടാം. A മൈനസ് ബി ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വീണ്ടും ഇവിടെയും മാക്സിമം സീറോസ്. ഇവിടെ കോളം ഓപ്പറേഷൻ ചെയ്യേണ്ടത്. കാര്യം നമുക്ക് ഇത് രണ്ടും സീറോ ആക്കണം. അപ്പം എന്താണ് ഫസ്റ്റ് കോളം? അതുപോലെ 1A A³. അപ്പോ C2 ഇംപ്ലൈസ് C2 മൈനസ് C1, C3 ഇംപ്ലൈസ് C3 മൈനസ് C1. രണ്ട് C1 ഉപയോഗിച്ച് ചെയ്തേക്കുന്നത്. C1 മാത്രമേ ഉള്ളൂ ചേഞ്ച് ഇല്ലാതെ വരുന്നത്. അപ്പൊ ഇവിടെ 0 B മൈനസ് A B³ മൈനസ് A³, 0 C മൈനസ് A C³ മൈനസ് A³. ഇവിടെ നോക്കിയാ B³ മൈനസ് A³ അതുപോലെ C³ മൈനസ് A³ നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്യും. ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് 1 0 0. ഇവിടെ A³ മാറ്റമൊന്നുമില്ല. B മൈനസ് എ അതുപോലെ തന്നെ B³ മൈനസ് A³ A³ മൈനസ് B³ എങ്ങനെയാ? A മൈനസ് ബി ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B² അല്ലേ? അപ്പൊ B³ മൈനസ് A³ ആകുമ്പോഴോ B മൈനസ് എ ഇൻറ്റു B² മൈനസ് ബി എന്നോ AB എന്നോ എഴുതാം. AB പ്ലസ് A². ഓക്കെ ആണല്ലോ. ഇവിടെയാണെങ്കിലോ C മൈനസ് എ ഇൻറ്റു C മൈനസ് എ ആണ്. ഇവിടെയാണെങ്കിലോ C മൈനസ് എ ഇൻറ്റു C² പ്ലസ് AC പ്ലസ് A² അല്ലെങ്കിൽ A² പ്ലസ് AC പ്ലസ് C² എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് കിട്ടുന്നു. നോക്കി, ഇനി സെക്കൻഡ് കോളം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു B മൈനസ് എ ഉണ്ട്, ഇവിടെ B മൈനസ് എ ഉണ്ട്. ഇവിടെ C മൈനസ് എ, ഇവിടെ C മൈനസ് എ. അതിന് കോമൺ എടുക്കാമല്ലോ. അപ്പൊ എന്തൊക്കെ കോമൺ എടുക്കാവുന്നത്? B മൈനസ് എ കോമൺ എടുക്കാം, C മൈനസ് എയും കോമൺ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ 1A A³ മാറ്റമൊന്നുമില്ല. 0 1 ഇവിടെയാണെങ്കിലോ B² പ്ലസ് AB പ്ലസ് A². ഇവിടെയാണെങ്കിൽ 0 1 C² പ്ലസ് AC പ്ലസ് A². ഓക്കെ, ഫസ്റ്റ് കോളം. ഇനി വേണമെങ്കിൽ 0 ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ A² വേണമെങ്കിൽ ക്യാൻസൽ ആക്കാം. നമുക്ക് വേണ്ടുന്നത് A പ്ലസ് ബി പ്ലസ് സി എന്നുള്ളതല്ലേ. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ A² ക്യാൻസൽ ആയിപ്പോവും. B² മൈനസ് സി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേമും കൂടെ ഈ 1 കൂടെ അങ്ങ് 0 ആക്കാം. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇല്ല കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കിത് 0 ആക്കാതെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് റോ കൊണ്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ഫസ്റ്റ് റോ കൊണ്ടാവുമ്പോൾ B മൈനസ് എ
into c minus a. ഇനി ഫസ്റ്റ് റോ ഉണ്ടാവുമ്പോ റോയും കോളവും പോയി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്തുവാ സി സ്ക്വയർ പ്ലസ് എ സി പ്ലസ് എ സ്ക്വയർ മൈനസ് ഈ പ്രോഡക്റ്റ് മൈനസ് ഇതല്ലേ, മൈനസ് ആകുമ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആണ്. മൈനസ് ഓഫ് എന്ന് വരുമ്പോൾ ഇതെല്ലാം നെഗറ്റീവ് ആവില്ല. അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ മൈനസ് ബി സ്ക്വയർ മൈനസ് എ ബി മൈനസ് എ സ്ക്വയർ. ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ഒരു സെക്കൻഡ് ടൈം ബ്രാക്കറ്റ് ഇടുന്ന സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. തൽക്കാലം അത് ഒഴിവാക്കിയിട്ട്, അതായത് ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് റോഡ് ചെയ്യുമ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ബാക്കി രണ്ട് സീറോ ആണ്. അപ്പൊ പിന്നെ 1 വെച്ച് മാത്രമേ ഉള്ളൂ ചെയ്യാൻ. അപ്പൊ 1 into സി സ്ക്വയർ പ്ലസ് എ സി പ്ലസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ സി സ്ക്വയർ പ്ലസ് എ സി പ്ലസ് എ സ്ക്വയർ മൈനസ് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാ ടൈമും നെഗറ്റീവ് ആവും. അപ്പൊ മൈനസ് ബി സ്ക്വയർ മൈനസ് എ ബി മൈനസ് എ സ്ക്വയർ. എന്ത് സംഭവിക്കും? ഇവിടുത്തെ എ സ്ക്വയർ ക്യാൻസൽ ആവും. ബാക്കി ബി മൈനസ് എ സി മൈനസ് എ. ഇവിടെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഞാൻ ഗ്രൂപ്പ് ചെയ്തു. അതുപോലെ എ സി മൈനസ് എ ബി ഒന്ന് ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എങ്ങനെയാ? സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ബി പ്ലസ് ഇവിടെയാണെങ്കിലോ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ സി മൈനസ് ബി. ഓക്കെ, ഇതിനെ രണ്ട് ടേം ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു സി മൈനസ് ബി ഉണ്ട്, സി മൈനസ് ബി ഉണ്ട്. ആ സി മൈനസ് ബി കോമൺ എടുത്തൂടെ? അപ്പൊ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി കോമൺ എടുക്കും. സി മൈനസ് ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? സി പ്ലസ് ബി പ്ലസ് ഇവിടെയാണെങ്കിൽ എ. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത് എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആയിരുന്നു. ആ എ പ്ലസ് ബി പ്ലസ് സി ചെയ്താൽ ഇവിടുന്ന് കിട്ടും. സി പ്ലസ് ബി പ്ലസ് എ തന്നെയാണ് എ പ്ലസ് ബി പ്ലസ് സി. പിന്നെ നമുക്ക് വേണ്ടുന്ന എ മൈനസ് ബി ഇവിടെ തിരിഞ്ഞാണ് കിടക്കുന്നത്, സി മൈനസ് എ അതുപോലെ ഉണ്ട്, ബി മൈനസ് സിയും തിരിഞ്ഞാണ്. അപ്പൊ ഇത് രണ്ട് നെഗറ്റീവ് കോമൺ എടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് മൈനസ് ഓഫ് എ മൈനസ് ബി, സി മൈനസ് എ അതുപോലെ തന്നെ എഴുതുന്നു. ഇവിടെയാണെങ്കിലോ മൈനസ് ഓഫ് ബി മൈനസ് സി. ഇവിടെ ഇത് ഓർഡർ ആക്കി എ പ്ലസ് ബി പ്ലസ് സി. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എ മൈനസ് ബി ഇൻറ്റു ഓർഡറോടെ മാറ്റുന്നു, ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മളുടെ 8th സെക്കൻഡ് പാർട്ട് ക്വസ്റ്റിന്റെ ആൻസർ. പിടി കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോഴാ 9th ക്വസ്റ്റ്യൻ പറയുന്നതാണ് എക്സ് സ്ക്വയർ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രൂവ് ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ വൈ സെഡ് വൈ സ്ക്വയർ ഇസഡ് എക്സ് ഇസഡ് സ്ക്വയർ എക്സ് വൈ. ഓക്കെ, ഈക്വൽ ടു പ്രൂവ് ചെയ്യേണ്ടത് എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് വൈ വൈ ഇസഡ് ഇസഡ് എക്സ്. എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? കുറച്ച് ലെങ്തി പ്രൂഫാണ്. ഇതേപോലെ തന്നെയാണ്, നമുക്ക് ഇത്രയൊക്കെ ടൈം വേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തൽക്കാലം ഒന്ന് എഴുതിയിടാം. എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈയുടെ ടൈം ഒക്കെ അല്ലേ വേണ്ടത്? അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏറെക്കുറെ. ഇവിടെയാണെങ്കിൽ ഞാൻ R2 ഇംപ്ലൈസ് R2 മൈനസ് R1 ചെയ്യുന്നു. അതുപോലെ R3 ഇംപ്ലൈസ് R3 മൈനസ് R1 ഉപയോഗിച്ചിട്ട് R1 R2 ൽ നിന്നും R3 സബ്ട്രാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. എക്സ് സ്ക്വയർ വൈ സെഡ്
ഇവിടെയാണെങ്കിൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെയാണെങ്കിൽ ഇസഡ് എക്സ് മൈനസ് വൈ സെഡ്, ഇവിടെ ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് വൈ മൈനസ് വൈ സെഡ്. ഓക്കെ, ഇതാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ അടുത്തത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. എക്സ് സ്ക്വയർ വൈ സെഡ്. അപ്പൊ ഇവിടെ വൈ, ഇതിനെ എങ്ങനെ എഴുതാം? വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി മൈനസ് ബി, ദാറ്റ് ഈസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്. ഇവിടെ നിന്നാണെങ്കിലോ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മള് R2 മൈനസ് ആണ്. അപ്പൊ ഇവിടുത്തെ ടേമും കൂടെ ചേഞ്ച് ചെയ്യായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇവിടെയാണെങ്കിൽ വൈ മൈനസ് എക്സ് വരുന്നുണ്ടായിരുന്നു, ഇവിടെയാണെങ്കിൽ ഇസഡ് മൈനസ് എക്സ് ഉണ്ട്. അതൊന്നും ശ്രദ്ധിച്ചോണേ. കാര്യം R2 മൈനസ് R1, അപ്പം വൈ മൈനസ് എക്സ് വരും, വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇസഡ് എക്സ് മൈനസ് വൈ സെഡ്, അതുപോലെ ഇസഡ് മൈനസ് എക്സ്, ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പം ഇവിടുത്തെ ടേം കൂടെ ചേഞ്ച് വരുന്നുണ്ട്. എക്സ് സ്ക്വയർ വൈ സെഡ്, ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ വൈ മൈനസ് എക്സ്, then y plus x into y minus x. ഇവിടെയാണെങ്കിലോ ഓക്കെ, ഇവിടെ ഒരു y minus x വന്നിട്ടുണ്ട്, ഇവിടെ y minus x. ഇപ്പൊ ഇവിടെ ഒരു y minus x ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ നമുക്ക് z കോമൺ എടുത്താൽ x minus y വരുന്നുണ്ട്. z കോമൺ എടുത്താൽ x minus y ചെയ്യാം. അപ്പൊ ഒരു മൈനസ് z കോമൺ എടുത്താലോ ഇവിടുന്ന് y minus x ആവും. നോക്കി, z കോമൺ എടുത്താണെങ്കിൽ x minus y എന്ന് വരും, മൈനസ് z കോമൺ എടുക്കുകയാണെങ്കിൽ y minus x വരും. ഓക്കെ, അപ്പൊ ഇവിടെയാണെങ്കിൽ z minus x, ഇവിടെയാണെങ്കിൽ z plus x into z minus x. ഓക്കെ, ഇവിടെയും x അല്ല y കോമൺ എടുത്താൽ x മൈനസ് z ആണ്, മൈനസ് y കോമൺ എടുക്കുക, അപ്പം z മൈനസ് x കിട്ടും. ഓക്കെ, എന്ത് കോമൺ എടുക്കാണ്ട്? y മൈനസ് x എല്ലാത്തിനകത്തുണ്ട്, z മൈനസ് x ഉണ്ട്. അപ്പൊ y മൈനസ് x ഇൻറ്റു z മൈനസ് x ഇൻറ്റു എന്താ വരുന്നേ? ഫസ്റ്റ് എക്സ് സ്ക്വയർ വൈസ്, ഇവിടെയാണെങ്കിൽ 1, ഇവിടെ വൈ പ്ലസ് എക്സ് മൈനസ് ഇസഡ്, ഇവിടെയാണെങ്കിലോ 1 ഇസഡ് പ്ലസ് എക്സ് മൈനസ് വൈ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ 1 ഉപയോഗിച്ചിട്ട് ഇതൊന്ന് 0 ആക്കി നോക്കാം. അല്ലെ, ഇത് 0 ആക്കി കഴിഞ്ഞാൽ ഓക്കെ, ഈ 1 ഉപയോഗിച്ചിട്ട് ഇത് 0 ആക്കുന്നു. അപ്പൊ എങ്ങനെയാ? R3 ഇംപ്ലൈസ് R3 മൈനസ് R2 അല്ലെ. അപ്പൊ പുറത്തുള്ളത് y മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. R3 ഇംപ്ലൈസ് R3 മൈനസ് R2 ആണേ. അപ്പൊ ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല. അപ്പോ എക്സ് സ്ക്വയർ വൈസ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ 1 വൈ പ്ലസ് എക്സ് മൈനസ് ഇസഡ്, ഇവിടെ 0 ആവും. 1 മൈനസ് 1 0. ഇനി ഇസഡ് പ്ലസ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ്, എക്സും ക്യാൻസൽ ആയിപ്പോയി, ഇസഡ് മൈനസ് വൈ എന്ന് കിട്ടൂടെ, ഇസഡ് മൈനസ് വൈ. ഇവിടെയാണെങ്കിലോ മൈനസ് വൈ മൈനസ് മൈനസ് ഇസഡ്, അപ്പൊ മൈനസ് വൈ പ്ലസ് ഇസഡ്. മൈനസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ അതും ഇസഡ് മൈനസ് വൈ തന്നെ അല്ലെ. സംശയം ഉണ്ടോ? അപ്പോ ഇതിനകത്ത് നിന്ന് തേർഡ് റോയിൽ നിന്ന് സെക്കൻഡ് റോ ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 1 മൈനസ് 1 0 കിട്ടും. ഇസഡ് പ്ലസ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സും ക്യാൻസൽ ആവും, ഇസഡ് മൈനസ് വൈ കിട്ടും. അടുത്ത മൈനസ് വൈ മൈനസ് മൈനസ്, ദാറ്റ് ഈസ് മൈനസ് വൈ പ്ലസ് ഇസഡ്. മൈനസ് വൈ പ്ലസ് ഇസഡ് ആണ് ഇസഡ് മൈനസ് വൈ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇസഡ് മൈനസ് വൈ കോമൺ എടുത്തൂടെ. വൈ മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് വൈ. ബാക്കി ഡിറ്റർമിനന്റ് എന്തൊക്കെയാ വരുന്നത്? എക്സ് സ്ക്വയർ വൈ ഇസഡ് 1 y plus x മൈനസ് ഇസഡ്
0 1 1. ഓക്കെ, ഇതാണ്ട് ഈ ഒരു 1 കൂടെ 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് തേർഡ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ അവിടെ ഒറ്റ 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതും കൂടെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? C2 ഇംപ്ലൈസ് C2 മൈനസ് C3 അല്ലെ? അപ്പോ അതും കൂടെ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ? y മൈനസ് എക്സ്, z മൈനസ് എക്സ്, z മൈനസ് y, അല്ലെങ്കിൽ പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ വേണ്ട, നമുക്ക് 0 ആക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റു ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് C2 ഇംപ്ലൈസ് C2 മൈനസ് C3. അപ്പോ C2 ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോ x1 0 ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഒന്നുമില്ല. സെക്കൻഡ് കോളം ചേഞ്ച് ചെയ്യും. എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ്. ഇവിടെയാണെങ്കിൽ y പ്ലസ് എക്സ് മൈനസ് മൈനസ് സെഡ്, y പ്ലസ് എക്സ് മൈനസ് മൈനസ് സെഡ്. അപ്പൊ y പ്ലസ് എക്സ് പ്ലസ് സെഡ് ആവും. അത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെയാണെങ്കിൽ 1 മൈനസ് 1 0 ആവും. ബാക്കി ഇവിടെ മാറ്റമൊന്നുമില്ല. വൈ സെഡ് മൈനസ് സെഡ് 1. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന റോ ഏതെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ തേർഡ് റോ കൊണ്ടാണ് ഇനി എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോ y മൈനസ് എക്സ്, z മൈനസ് എക്സ്, z മൈനസ് വൈ. തേർഡ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു എന്ത് വരും? ഇത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഞാൻ എക്സ്പാൻഡ് ചെയ്താൽ അങ്ങ് എഴുതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് അല്ലെ? ഇത് രണ്ടുകൂടെ പ്രോഡക്റ്റ്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് വൈ, എക്സ് ഇസഡ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസഡ്. അപ്പൊ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസഡ് ആവും. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് ആവും. ഓക്കെ, ഞാൻ 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്നാം ബ്രാക്കറ്റ് നെഗറ്റീവ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ ഇവിടെ ഈ പ്രോഡക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്തിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? എക്സ് സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി എക്സ് വൈ, എക്സ് ഇസഡ്, വൈ ഇസഡ്. എക്സ് വൈ, എക്സ് ഇസഡ് എന്നുള്ളത് നമുക്ക് ഇസഡ് എക്സ് എന്ന് എഴുതാം. വൈ ഇസഡ് അതുപോലെ തന്നെ. അതുപോലെ ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൈ അത് നെഗറ്റീവ് ആക്കണം. ഇസഡ് മൈനസ് എക്സ് അത് കറക്റ്റ് ആയിട്ടുണ്ട്. വൈ മൈനസ് ഇസ്. അപ്പൊ ഇത് രണ്ടിടത്ത് നെഗറ്റീവ് കോമൺ എടുക്കണം. അപ്പൊ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ഓഫ് വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇവിടെ എങ്ങനെ എഴുതാം? എക്സ് വൈ മൈനസ് വൈ, സോറി എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് എന്നുള്ളത് ഇസഡ് എക്സ് എന്ന് എഴുതിയാൽ മതി. കാര്യം പ്രൂഫിനകത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ ഈ രണ്ട് നെഗറ്റീവ് ചേർന്ന് പോസിറ്റീവ് ആവുമല്ലോ. എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ്, സോറി അത് തന്നെ, ഈ വൈ മൈനസ് ഇസഡിനെ ആദ്യം എഴുതുന്നു. വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. പ്ലസ് ഇസഡ് എക്സ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ പ്രൂഫ്. അപ്പം ഇതൊക്കെ അത്ര വലിയ പ്രൂഫ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും താരതമ്യേന കുറച്ച് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കിവിടെ എല്ലാം ബേസിക് ഐഡിയാസ് മാക്സിമം സീറോസ് ഉണ്ടാകും. ഓക്കെ, ഇവിടെയൊക്കെ മാക്സിമം സീറോസ് ആക്കാൻ പറ്റിയപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആൻസറിലേക്ക് എത്തിച്ചേരുകയാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ നോക്കുന്നു. 10th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഏകദേശം ഒരുപോലെയുള്ള 2 ചോദ്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് ചെയ്യാം. അതേ ഫോർമാറ്റിൽ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ചെയ്തോളാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് പ്ലസ് 4 2x 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 x plus 4 2x 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 x plus 4 equal to പ്രൂവ് ചെയ്യേണ്ടത് 5x plus 4 the whole square, sorry 5x plus 4 into 4 minus x the whole square. 5x plus 4 into 4 minus x the whole square എന്ന് പ്രൂവ് ചെയ്യാം. ഇത് താരതമ്യേന വലിയ പ്രയാസമുള്ളതൊന്നുമല്ല, നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു പ്രൂഫാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഒന്ന് എഴുതുകയാണ്. എന്താണ്? 5x plus 4 into 4 minus x the whole square ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതവിടെ നിൽക്കട്ടെ.
അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും ഈ 5x+4 ഉണ്ടാകാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് R1 implies R1 plus R2 plus R3 ചെയ്യാം, അല്ലെങ്കിൽ C1 implies C1 plus C2 plus C3 ചെയ്യാം. വളരെ എളുപ്പം കിട്ടാം. ഞാൻ ആ റോയുടെ തന്നെ ചെയ്യാം. ചെയ്യുന്ന ഇതാണ് R1 implies R1 plus R2 plus R3. രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്താലും വാല്യൂ, കാര്യം R1 R2 ആഡ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ R3 ആഡ് ചെയ്താലും ഒരു മാറ്റവും വരത്തില്ല. അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സുകളിലാണ് നമ്മൾ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ R1 ആണ് ചേഞ്ച് ചെയ്യുന്നത്. x+4ന്റെ കൂടെ 2x ഉം 2x കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x 4x ആണ്. 4x plus x 5x. ഓൾറെഡി ഇവിടെ 5x കിട്ടും. എന്ത് കിട്ടും? 5x plus 4 കിട്ടും. ഇവിടെയും 5x plus 4 അല്ലെ, 2x ഉം ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 5x plus 4, ഇവിടെയും 5x plus 4. ഇവിടെ 2x, x plus 4, 2x, 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 x plus 4. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് റോയിൽ എല്ലാ എലമെന്റ്സും 5x plus 4 ആയതുകൊണ്ട് അതിന് കോമൺ എടുക്കാം. 5x plus 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി പിന്നെ വരുന്നത് 1, 1, 1, 2x, x plus 4, 2x, 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 x plus 4. ഇനി ഈ രണ്ട് ടേമുകൾ 0 ആക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? C2 implies C2 minus C1, C3 implies C3 minus C1. 5x plus 4 into ഡിറ്റർമിനന്റ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ചെയ്യുന്നത് C2 implies C2 minus C1, C3 implies C3 minus C1. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. 1, 2x, 2x. ഇവിടെയാണെങ്കിൽ 0, x plus 4 minus 2x എന്ത് കിട്ടും? 4 minus x. ഇവിടെയാണെങ്കിൽ 0, ഇത് 0. ഇവിടെയാണെങ്കിൽ കാര്യം ഇതിനകത്ത് ഇതാണ് കുറയ്ക്കുന്നത്. 1 minus 1 0. x plus 4 നിന്ന് 2x പോയി കഴിഞ്ഞാൽ ബാക്കി x plus 4 minus 2x എന്ന് വെച്ചാൽ 4 minus x. 2x minus 2x 0. ഇവിടെയും 1 minus 1 0, 2x minus 2x 0, x plus 4 minus 2x 4 minus x. ശരിക്കും പറഞ്ഞാൽ ആൻസർ ആയി. ഇനി ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓൾറെഡി ഒരു 5x plus 4 അവിടെ ഉണ്ട്. ഇൻറ്റു 1 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളം പോയി കഴിഞ്ഞാൽ 4 minus x the whole square minus 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 5x plus 4 ഇൻറ്റു 4 minus x the whole square നമ്മളുടെ റിക്വയർഡ് പ്രൂഫായി. ഓക്കെ ആണോ? അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടിയ പ്രൂഫാണ്. ഇതേ ഫോർമാറ്റില് ഇതിന് പകരം എക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ 2x റീപ്ലേസ് ചെയ്തിട്ട് y വരുന്നു. x plus 4 എന്നുള്ളത് മാറിയിട്ട് y plus k എന്ന് വരുന്നു. വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഏകദേശം അതേ ഫോർമാറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഇന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിന് തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.